തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുകൂടി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിന്റെ ഈ ഒരു ഭാഗം അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ജോയി എന്ന സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടി ഒരു സർക്കാർ സംവിധാനം മുഴുവൻ രാത്രിയോ പകലോ എന്നില്ലാതെ തെരഞ്ഞ ഇടം. ഒരു സമൂഹം വലിച്ചെറിഞ്ഞ മാലിന്യത്തിൽ മുങ്ങിയാണ് ജോയി മരണത്തിന് കീഴടങ്ങിയത്. ജോയിയുടെ തണുത്തുറഞ്ഞ മൃതശരീരവുമായി കെട്ടുറപ്പില്ലാത്ത വീട്ടുമുറ്റത്തെത്തിയവരുടെ കണ്ണു നിറഞ്ഞത് ആ വീടിന്റെ അവസ്ഥ കണ്ടായിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിന് വീടൊരുക്കുവാൻ തീരുമാനിച്ചത്. വീട് നിർമ്മാണം പൂർത്തിയായി. ഈ മാസം 31-ന് അമ്മ മെൽഗിക്ക് വീട് കൈമാറും. അമ്മ പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുകയാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? എനിക്ക് പുതിയ വീട് വെച്ച് തന്നു. കരയരുത്. നമുക്ക് ഇനിയുള്ള ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിനുവേണ്ടിയാണ് നഗരസഭയും ജില്ലാ പഞ്ചായത്തൊക്കെ ചേർന്ന് ഈ ഒരു വീടൊക്കെ വെച്ച് നൽകിയത്. മറ്റന്നാ ഇപ്പോൾ പാല് കാച്ചി താമസമാവുകയല്ലേ? അതെ, എനിക്ക് വീടില്ലാതിരുന്നു. അവർ വീട് പണിത് തന്നു. ഒരുപാട് ഉപകാരം അവർ എനിക്ക് വേണ്ടി ചെയ്തു. എല്ലാം നല്ല രീതിയിൽ അവർ ലഭിച്ചു, നല്ല രീതിയിൽ ചെയ്തു എനിക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നെയ്യാറ്റിൻകര ചുള്ളിയൂരിൽ വാങ്ങി നൽകിയ 5 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മാണം. 4 ലക്ഷം രൂപയാണ് വീടിനായി തുകയായി നമുക്ക് ലഭിക്കുന്നത്. ബാക്കി വരുന്ന മെറ്റീരിയൽസും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ തന്നെ വളരെ ബഹുമാനപ്പെട്ട നല്ല സുമനസ്സുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നാണ് സ്പോൺസർഷിപ്പിലൂടെ വാങ്ങി ആ വീടിൻ്റെ പണി ദ്രുത വേഗത്തിൽ ഇപ്പോൾ ചെയ്തു തീർക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 650 ചതുരശ്ര അടിയിലാണ് നഗരസഭ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം നടത്തി സമയബന്ധിതമായി തന്നെ നഗരസഭ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി.